ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ആ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. ഞാൻ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. ആ അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വഴി വന്ന് ഫേമസ് ആയതാണ്. അമൃത സുരേഷ്, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അമൃതയെ അറിയാമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു പൊയ്ക്കൊണ്ടിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു നല്ല ഗായിക അമൃത സുരേഷ്. അമൃതയ്ക്ക് ഒരു അനിയത്തിയുണ്ട്, അഭിരാമിയും ഒരു ഗായികയാണ്. എനിക്ക് തോന്നുന്നു ഒരു സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ വർഷങ്ങളായിട്ട് രണ്ടുപേരും കൂടെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരുടെ പാട്ടിലൂടെ അല്ലെങ്കിൽ അമൃതയുടെ പാട്ടിലൂടെ ഒരുപാട് പേർക്ക് അറിയാം അമൃതയെ. എന്നാൽ അതിലുപരി ഈ അമൃതയും അഭിരാമിയും ഒക്കെയായി ചുറ്റിപ്പറ്റി കറങ്ങുന്ന ഒരുപാട് കോൺട്രവേഴ്സികൾ ഒരുപാട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു സിനിമാ നടൻ അമൃതയുടെ ജീവിതത്തിൽ പറ്റിയ ഒരമളി, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഒരു സിനിമാ നടൻ, അയാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ. അതെല്ലാം ഒന്ന് ഒതുങ്ങി കുറച്ച് കാലങ്ങളായിട്ട് ആ ഒരു കുടുംബം നല്ല രീതിയിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ആ പുതിയൊരു ഐറ്റം വന്ന് ഇറങ്ങിയിട്ടുണ്ടേ. ഞാൻ വേറൊരാളുടെ വീഡിയോ ആണ് കണ്ടത്, അതിൽ നിന്നാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതായത് 24-ൽ നമ്മളെല്ലാവരും കാണുന്നതാണ് 24 ന്യൂസ്, അതിലെ തമ്മിൽ എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ അതിൽ ഒരു കെയർ ഹോം അല്ലെങ്കിൽ ഒരു അനാഥ മന്ദിരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കെയർ ഹോം അങ്ങനെ പറഞ്ഞാൽ മതി. സോ ആ ഒരു കെയർ ഹോമിൻ്റെ ഒരു ഉടമസ്ഥൻ വന്നിട്ട് അദ്ദേഹം ഏതാനും കുറച്ച് മിനിറ്റുകൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഈ അമൃത സുരേഷിൻ്റെയൊക്കെ അച്ഛനും ഒന്ന് ഇൻക്ലൂഡായി പോയി. അദ്ദേഹത്തെയും ചൂണ്ടിക്കാണിച്ച് ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ കൃത്യസമയത്ത് തന്നെ ഒരു മെയിൻ സ്ട്രീം അല്ല, ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ ഈ അമൃത സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു. അതിൽ അമൃത സുരേഷ് അവരുടെ അച്ഛനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. അമൃത സുരേഷും അഭിരാമി സുരേഷും ഒക്കെ അവരുടെ അച്ഛനെ ആയ കാലത്ത് കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിൽ തട്ടി എന്നൊക്കെയാണ് ചില ആളുകളുടെ കമൻറ്റുകളെ. എന്താണെങ്കിലും ആ ഒരു കെയർ ഹോമിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അത് തന്നെ കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എം ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. ഞാൻ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വഴി വന്ന് ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ബാക്കി ഞാൻ കേൾപ്പിക്കാം. പറയുന്നത് കേട്ടല്ലോ. ആ ഒരു കെയർ ഹോമിന്റെ ഉടമസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് അവരുടെ അടുത്തുനിന്ന് പോയതിന് ശേഷമാണ് അമൃതയുടെയൊക്കെ അച്ഛൻ മരിച്ചത്. അവരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം പ്രോഗ്രാമിന് സ്ഥിരം പൊക്കോണ്ടിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വന്നിപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് അമൃതയും അഭിരാമിയൊന്നും അച്ഛനെ നോക്കിയിട്ടില്ല, പ്രായമായപ്പോഴത്തേക്ക് പുള്ളിയെ കൊണ്ടുവന്ന് അങ്ങ് വൃദ്ധസദനത്തിൽ തട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ കണ്ടു. നമുക്കറിയില്ല എന്താണ് സത്യമെന്ന്. എല്ലാവരും അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. എനിക്കറിയത്തില്ല, ഞാൻ അവരുടെ കുടുംബത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുടുംബത്തിൽ നടന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തി പറയുന്നതിനകത്തോട്ടൊന്ന് ചെവി കൊടുക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം വന്ന് പറയുന്നത് അദ്ദേഹം കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കൂടെയായിരുന്നു കുറേ കാലം. അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതാണ് ഒരു ചോദ്യം. കാരണം ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. അപ്പോൾ ആ ഒരു ലൈഫിൽ നിന്ന് മാറി പുള്ളി ഒറ്റയ്ക്ക് ഒരു കെയർ ഹോമിൽ, അതൊരിക്കലും ഒരു അനാഥ മന്ദിരം, ഞാനതാണ് പറയുന്നത്, അങ്ങനെയല്ല, അല്ലെങ്കിൽ വൃദ്ധസദനം, നമ്മളായിട്ട് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നമ്മളവിടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എന്തിനാണ് കുടുംബത്തിൽ നിന്ന് മാറി അങ്ങനെ ഒരു സ്ഥലത്ത് പോയി അദ്ദേഹം കുറേ നാൾ താമസിച്ചത്? ആ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. മനസ്സിലായില്ലേ? ആ ഒരു ചോദ്യം മാത്രം ചോദിക്കാം. അതല്ലാതെ മക്കളും ഭാര്യയെ എല്ലാം കൂടെ പുള്ളി അങ്ങോട്ട് തട്ടി ഇറക്കി വിട്ടു, പുള്ളി ദേ വയസ്സാം കാലത്ത് വൃദ്ധസദനത്തിലായിരുന്നു, അവിടുന്നാണ് പൊക്കോണ്ടിരുന്നത് ജോലിക്കൊക്കെ, അതിനുശേഷം പുള്ളി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി മരിച്ചു. എന്തൊക്കെ കമന്റുകളാണെന്നറിയാവോ? ചില കമന്റുകൾ, ഈ പ്രത്യേകിച്ച് ഈ തമ്മിൽ എന്ന് പറഞ്ഞ ഈ പരിപാടിയുടെ ആ പോർഷനിൽ അവിടെയാണ് ഈ പുള്ളി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. സോ അതിന്റെ തന്നെ കമന്റ് ബോക്സ് നിങ്ങൾക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം. ഒരുപാട് തരത്തിലുള്ള കമന്റുകൾ തട്ടിയതാണ്. പുള്ളി അവിടെ സന്തോഷത്തിലായിരുന്നു, പുള്ളി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ പല ആളുകളുടെ പ്രശ്നം.
എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. ആ അച്ഛനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അമൃത അല്ലെങ്കിൽ അഭിരാമി ആണെങ്കിൽ പോലും ഒരു നിമിഷം അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. മനസ്സിലായോ? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അച്ഛനെ ഒരുപാട് സ്നേഹമായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരായിട്ട് സ്വന്തം അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അവിടെ പോയി പുള്ളി താമസിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കായിട്ടൊരു സ്പേസ് വേണമെന്ന് തോന്നിക്കാണും. പുള്ളി അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പോയി താമസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ല. എന്താ തെറ്റ്? അല്ല, ഈ മക്കളൊക്കെ എപ്പോഴും അടിച്ചിറക്കുന്നവർ മാത്രമാണ് അവിടെ പോയി താമസിക്കുന്നതാണോ നിങ്ങളുടെ ഒരു വിചാരം? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പ്രായമായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് വീട്ടിൽ ബോറടിക്കും. അവർക്ക് അവരുടെ ഏജിലുള്ള ആൾക്കാരുമായിട്ട് ചിലപ്പോൾ ഒന്ന് സൗഹൃദം കൂടണം, ഒന്ന് പുറത്തു പോയി എൻജോയ് ചെയ്യണം. അവർക്കും കാണത്തില്ലേടെ ആഗ്രഹങ്ങളൊക്കെ. അതെന്താ ഈ കമന്റ് ഇടുന്നവർ മനസ്സിലാക്കാത്തത്? അങ്ങനെ ചിലപ്പോൾ ഒന്ന് മാറി നിന്നതായിരിക്കാം, നമുക്ക് അറിയത്തില്ല. ഇനി അടിച്ചിറക്കിയതാണെന്ന് പറയുന്നവരോട് അതിനുള്ള എന്തെങ്കിലും തെളിവുകൾ വരുവാണെങ്കിൽ അപ്പം ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കാം. മനസ്സിലായോ? നിന്നിട്ട് കല്ല് വലിച്ചെറിയാം. അതല്ലാതെ ചുമ്മാ കയറി അങ്ങോട്ട് എന്തിനാ? ഒന്നാമത് എൻ്റെ അറിവിൽ ആ കുടുംബം അത്യാവശ്യം നല്ല രീതിയിൽ അനുഭവിച്ചു കഴിഞ്ഞു ഇല്ലേ? ഈ ഗോപി സുന്ദർ, അതിനുശേഷം മറ്റേ ആ നടൻ, എൻ്റെ പൊന്നെ ഞാൻ ഒന്നും പറയുന്നില്ല, എന്തോരം ആ കുടുംബം അനുഭവിച്ചു. അതിനുശേഷം ഇങ്ങനൊരു സാധനം ഇനി അടുത്തത് അവരെ ടോർച്ചർ ചെയ്യാനായിട്ട് എന്തോ എനിക്ക് താല്പര്യം തോന്നിയില്ല. അങ്ങോട്ട് ഇപ്പോഴേ കിട്ടിയ ഉടനെ തന്നെ അവരെ അങ്ങോട്ട് വലിച്ച് ആ കുടുംബത്തെ അങ്ങോട്ട് കീറി വീണ്ടും അവരെ കണ്ണീരിലേക്ക് എനിക്ക് വയ്യ. പ്രോപ്പറായിട്ട് വരട്ടെ. ഒന്നാമത് ആ കമന്റ് ബോക്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയായി. ഇങ്ങനെ അങ്ങ് നിങ്ങൾ കിടന്നങ്ങ് പറയാതെ അമ്മയും മക്കളും കൂടെ ഇറക്കി അങ്ങോട്ട് വിട്ടതാ പുള്ളിയെ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അതിന്റെ ഓടമസ്ഥൻ പറയുന്നു, ആ വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ നിന്നിട്ടാണ് പൊക്കോണ്ടിരുന്നത് കുറെ കാലം പാട്ട് പാടാനൊക്കെ ആയിട്ട്, ഭയങ്കര ഹാപ്പി ആയിരുന്നു, തിരിച്ചു പോയതിനു ശേഷമാണ് മരിച്ചത്. ആ പുള്ളി പറയുന്നതിനകത്ത് സത്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വീട്ടുകാരെ അടിച്ചിറക്കി വിട്ടുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല പുള്ളി അവിടെ പോയി, നമുക്കറിയത്തില്ല. ഇല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും തെളിവുകൾ, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ പറഞ്ഞു നിർത്തുന്ന ആ പോർഷൻ ഞാൻ കട്ട് ചെയ്തല്ലോ, അവിടെ വെച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല എന്നൊരു കാര്യം അയാൾ പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം. മനസ്സിലായോ? ഇനി അദ്ദേഹം തന്നെ അല്ലെങ്കിൽ വന്ന് പറയണം, ഈ അമൃതയുടെയൊക്കെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇനിയും എൻ്റെ മക്കളും ഭാര്യ എല്ലാം കൂടെ എന്നെ അടിച്ചിറക്കി വിട്ടതാണോ, അല്ലോ വേറെ എന്തെങ്കിലും കാര്യമാണെന്ന് ആ വ്യക്തി പറയണം. ഇപ്പം ഈ സംസാരിച്ച അയാൾക്ക് ബാക്കി പറയാൻ താല്പര്യമില്ല അതിൻ്റെ ഉടമസ്ഥന്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. ഒന്നുകിൽ അദ്ദേഹം പറയുക, അതിനുശേഷം ആ കുടുംബത്തിനെ കല്ല് വലിച്ചെറിയാൻ നിൽക്ക്. പിടികിട്ടിയോ? അതല്ലാതെ നമ്മൾ എടുത്ത വായിൽ അങ്ങോട്ട് ആട്ടാൻ നിൽക്കാതെ. ഒന്നാമതൊരു സ്ത്രീകൾ മാത്രമുള്ളൊരു കുടുംബം, കുറേ അവരനുഭവിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാ അല്ലേ? നമ്മളെല്ലാവരും തന്നെ കണ്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ടൊരു തെളിവ് വരട്ടെ, അപ്പം നമുക്ക് കൊടുക്കാം. അതല്ലാതെ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അത് ഭയങ്കര മോശം പരിപാടിയാണ്. നമുക്കിനി ഈ ഇദ്ദേഹം തന്നെ, ഈ ഓണർ തന്നെ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ടോ. പ്രശ്നത്തിലാകുന്ന മനുഷ്യർ, അതൊരു പക്ഷേ കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള വഴക്കാവാം, പാരൻസ് കുഞ്ഞുങ്ങൾ എന്നുള്ള വഴക്കാവാം. അങ്ങനെ പ്രശ്നത്തിലാകുന്നവർക്ക് നമ്മളിവിടെ വരാം, ഷോർട്ട് സ്റ്റേ ഹോമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ പ്രശ്നത്തിലായി പോകുന്ന കുഞ്ഞുങ്ങൾക്കും അവർക്ക് ഈ സ്പേസ് നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അവർക്ക് നമ്മളോടൊന്ന് താമസിക്കാം. അവരുടെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് തിരിച്ചവിടെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നവരെ നമ്മളോട് താമസിക്കാം. ഇങ്ങനെയാണ് നമ്മൾ സംവിധാനം ചെയ്യുന്നത്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ജോലി അറിയില്ലെങ്കിൽ നമ്മൾ ജോലി പഠിപ്പിച്ച് അവർക്ക് സ്വന്തം നിലയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. കേട്ടല്ലോ നിങ്ങൾ? ആ സെയിം ആൾ തന്നെ. എനിക്ക് ആദ്യമേ ഒരു ഡൗട്ട് അടിച്ചേ, രണ്ടാളാണോന്നും അല്ല, പക്ഷേ രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് അവിടെ വരുന്ന ആളുകളെയൊക്കെ അവർ കുറച്ചുകൂടെ ട്രെയിൻ ചെയ്തിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പേഴ്സണൽ ലൈഫിലോ എന്തെങ്കിലും ഈ അമൃതയുടെയൊക്കെ അച്ഛന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. അവിടെ ഇന്ന് പിന്നെ അദ്ദേഹം ഒന്ന് ഓക്കെ ആയി, അദ്ദേഹം പിന്നെ അവിടുന്ന് ജോലിക്കൊക്കെ പോയി തുടങ്ങി, പാട്ട് പാടാനും മറ്റേ അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു വീണയോ അങ്ങനെ എന്തോ സംതിങ് പാട്ടൊക്കെ പാടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളി അവിടുന്ന് പിന്നെ പോയി. അതുകൊണ്ട് ഇവരടിച്ചിറക്കി വിട്ടതാണ് എന്നുള്ളൊരർത്ഥം ഉണ്ടോ? നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വ്യക്തി തന്നെ, അതിൻ്റെ ഉടമസ്ഥൻ തന്നെ അദ്ദേഹത്തിനെ കൂടുതൽ കാര്യങ്ങൾ അറിയൂ. അദ്ദേഹം അത് പറയാനായിട്ട് വില്ലിങ്ങും അല്ല. ജസ്റ്റ് ഞാൻ പറയട്ടെ, ഒരു പടക്കത്തിന് അദ്ദേഹം ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് തീ ഇങ്ങനെ ലൈറ്റർ അടുത്തിങ്ങനെ കൊണ്ട് വെച്ചിട്ട് പോയി. കത്തിച്ചോ കത്തിച്ചില്ല, എന്നാൽ കത്തിക്കാതിരുന്നോ, അങ്ങനെ ഒരു അവസ്ഥയില. ഇതിപ്പോൾ ആളുകൾക്ക് കല്ലെറിയാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്തു. പിടികിട്ടിയോ? ഒന്നുകിൽ പ്രോപ്പറായിട്ട് പറയുക, വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു, ഭാര്യയും മക്കളും കൂടെ പുള്ളി ഇറക്കി വിട്ടതാ, അങ്ങനെ പറഞ്ഞാൽ തീർന്നു. എല്ലാവരും ഈ കല്ല് വലിച്ചെറിയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് ഞാനും പറഞ്ഞേനെ. പക്ഷെ ഇതിപ്പോൾ ഒന്നും ഇല്ലാതെ പുള്ളി പറഞ്ഞു വെച്ചിട്ട് പോയിരിക്കുന്നത്. നമുക്കതുകൊണ്ട് തന്നെ അറിയില്ല. മനസ്സിലായില്ലേ?
കുറച്ചും കൂടെ ഡീറ്റെയിൽ വരട്ടെ, അപ്പം നമുക്കത് സംസാരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിപ്പോൾ അമൃതയ്ക്ക് ഏറ്റവും കൂടുതൽ തെറിവിളി കിട്ടാനായിട്ട് വേറൊരു കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൃതയുടെ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്ത് ഇറങ്ങി. 2-3 ദിവസമേ ആയുള്ളൂ. അത് ഇറങ്ങാനുള്ളൊരു കാരണം അമൃത പുതിയൊരു ആൽബം ചെയ്തു, പിഴ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വലിയ റീച്ച് ആയിട്ടില്ല, എല്ലാം റീച്ചായി വരുമായിരിക്കും ആ ഒരു ആൽബം. അവരുടെ യൂട്യൂബ് ചാനലിൽ അധികം അങ്ങനെ സ്ഥിരം വീഡിയോകൾ ഇടാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കയറി വരാൻ. എന്തായാലും നല്ലൊരു ആൽബമാണ്. അപ്പം അത് റിലീസായതിൻ്റെ ഭാഗമായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്ക് അവിടെ ഇൻ്റർവ്യൂവർ ജസ്റ്റ് വിഷ്ണു ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അമൃത റിപ്ലൈ ചെയ്യുമ്പോൾ അച്ഛനെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അച്ഛനെ പറ്റി പറയുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ആ പെൺകുട്ടി ഒന്ന് വിതുമ്പുന്ന ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. അത് കൂടാതെ അവരുടെ അന്ന് അച്ഛൻ മരിക്കുന്ന സമയത്തുള്ള കുറേ വീഡിയോ ക്ലിപ്പുകളും ഒക്കെ കാണാനിടയായി. അതിൽ നിന്നൊക്കെ അവർക്ക് അച്ഛനെ ഇഷ്ടമല്ല, അവരടിച്ചിറക്കി, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ ഇന്നത്തെ കാലമാണ്, നമുക്കൊന്നും അറിയത്തില്ല, ഒന്നും പറയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ പുറത്തോട്ട് വരട്ടെ, മനസ്സിലായില്ലേ? എന്തായാലും ഈ ക്ലിപ്പും കൂടെ നിങ്ങളൊന്ന് കണ്ടോ. അമൃത എന്താ പറയുന്നത് നിങ്ങൾ കേക്ക്. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, മനസ്സിൽ വരുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ പാടണം. ഓക്കെ. തണലാവുന്ന അച്ഛൻ. എത്ര സമയം വേണമെങ്കിൽ എടുത്തോളൂ. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറേ പാട്ടുകളാണ്. എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സംഗീത അച്ഛനാണ്, എന്നെ പാട്ട് പഠിപ്പിച്ചത് എല്ലാം അച്ഛനാണ്. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ച പാട്ടുകളൊക്കെയാണ് എൻ്റെ തലയിൽ വരിക. അച്ഛൻ ഫ്ലൂട്ട് വായിക്കുന്നതാണ് ഓർമ്മ വരിക. ഒരു പാട്ട് അച്ഛൻ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരു മതി. കേട്ടല്ലോ, അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര വാചാലമായിട്ടിരുന്ന് സംസാരിക്കുന്നു. എന്തോ വരട്ടെ. ആ വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ, ആ ഒരു ട്രസ്റ്റിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹം തന്നെ മുന്നോട്ട് വന്നിട്ട് എന്തായിരുന്നു ആ വ്യക്തി, ഇവരുടെ അമൃതയുടെ അഭിരാമിയുടെ അച്ഛൻ അങ്ങനെ മാറി നിൽക്കാനുള്ളൊരു കാരണം അവർക്ക് എന്തായാലും അറിയാം. മനസ്സിലായില്ലേ? അവർക്കറിയാമായിരിക്കും. ഇല്ലെങ്കിൽ ഇനി വീട്ടുകാരായിട്ട് പറഞ്ഞു വിട്ടപ്പോൾ പുള്ളി സങ്കടത്തിൻ്റെ പേരിൽ വന്നതാണോ, പിടികിട്ടിയോ? ഇല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ വന്നതാണോ? അത് അവർ വേണം പറയാൻ. അത് അവർക്കും ആ വ്യക്തിക്കും അമൃതയുടെ അല്ലെങ്കിൽ അഭിരാമിയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അമൃതയ്ക്കും അഭിരാമിക്കും പോലും അറിയണമെന്നില്ല. സോ അവരായിട്ട് ആരെങ്കിലും പറയട്ടെ. അച്ഛൻ എന്തായാലും ഇല്ല. ആ അമ്മയോ അല്ലെങ്കിൽ ഈ വ്യക്തിയോ ഇല്ലെങ്കിൽ അമൃത തന്നെ അമ്മയോട് സംസാരിച്ചിട്ട് ചിലപ്പോൾ ഇനി അമൃതയ്ക്ക് അറിയാമെങ്കിൽ അവരായിട്ടാണെങ്കിലും മുന്നോട്ട് വന്ന് പറയട്ടെ, എന്നിട്ട് കല്ലെടുക്കാം. ഇതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.